ഹലോ, ഞാനിവിടെ വരുന്നത് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ്. ഞാൻ എൻ്റെ മകളുമായിട്ട് എൻ്റെ പേരക്കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൾക്ക് എന്താണെന്ന് ഒന്നും തിരിച്ചറിവില്ല. ഞാൻ മുത്തശ്ശിയാണെന്നോ അച്ഛനും അമ്മയും ആണെന്നോ ഒന്നും അവൾക്ക് അങ്ങനെയൊന്നും ഒരു തിരിച്ചറിവ് അവൾക്കില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവൾക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ശരിക്കും നമ്മുടെ മുഖത്ത് നോക്കുകയോ അല്ലെ നമ്മൾ വിളിച്ചത് കേട്ട് നമ്മൾ പറയുന്നത് കേട്ട് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുകയൊന്നുമില്ല അവൾക്ക്. ഇതൊക്കെ കണ്ട് ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങൾ പ്രയത്നയിലേക്ക് വരുന്നത്. പ്രയത്നം വരാൻ കാരണം ഞങ്ങൾക്കൊരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ഞങ്ങളെ ഈ പ്രയത്നം കാണിച്ച് ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞു വിടുന്നത്. ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തിനൊരു നന്ദി പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രയത്നം വരികയും ഇവിടെ വന്ന് ഇവിടുത്തെ ഗേറ്റ് തുറന്ന് തന്ന് ഗേറ്റ് വാച്ചർ മുതൽ ഞങ്ങളോട് പെരുമാറിയ ആ രീതി ഞങ്ങൾക്ക് വളരെ സന്തോഷവും മനസ്സിനൊരു സമാധാനവും കിട്ടി. അങ്ങനെ ഞങ്ങളിവിടെ വരുന്നു, റിസപ്ഷനിൽ കയറി അവിടെയുള്ള സ്റ്റാഫിനെ കാണുന്നു, അവരിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഇവിടുത്തെ ഓഫീസിൽ വരുന്നു, ഓഫീസിലുള്ളവരെ കാണുന്നു. അവരിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ഒരനുഭവം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം തരുന്നതായിരുന്നു. പിന്നെ തെറാപ്പിസ്റ്റുകൾ, ഞങ്ങൾക്ക് ഓരോ തെറാപ്പിസ്റ്റും ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടതും അവർക്ക് തെറാപ്പി കൊടുത്തതും ഞങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ കിട്ടിയ ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്ന് ഇത്രയാക്കി തന്നത്, ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയും തന്നത്, ഞങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എല്ലാം പ്രയത്നയിലുള്ള ഓരോ സ്റ്റാഫിൻ്റെയും അനുഗ്രഹവും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും അവർക്ക് ഞങ്ങളോടുള്ള ആ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ പോരാ, അത്ര അതീതമാണ് അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ കുഞ്ഞിനോട് കാണിച്ച ആത്മാർത്ഥതയും അവൾക്ക് പറഞ്ഞു കൊടുത്ത രീതിയും എല്ലാം. എൻ്റെ മോള് വളരെ വിഷമത്തിലാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവളെ എങ്ങനെ നേരെയാക്കിക്കൊണ്ട് വരും, എൻ്റെ കുഞ്ഞെങ്ങനെ നേരെയാകും എന്നൊക്കെ ഒരുപാട് വ്യാകുലപ്പെട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. പക്ഷേ ഇവിടുത്തെ തെറാപ്പിസ്റ്റിൻ്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നും ഞങ്ങൾക്കിവിടെ നിന്നും നല്ല സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കാട്ടിത്തരുമെന്നും മനസ്സിലായി. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടി. അവിടെ പോയി ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ ചോദിച്ചതിനൊക്കെ അവൾ ആൻസർ കൊടുത്തതും. അങ്ങനെ ഞങ്ങൾക്ക് എത്ര സന്തോഷവും സമാധാനവും തന്ന ഒരു സ്ഥാപനമാണ് ഈ പ്രയത്നയും ഇവിടെയുള്ള ഓരോ തെറാപ്പിസ്റ്റും. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഗായത്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഗായത്രിയാണ് ആദ്യം അവൾക്ക് തെറാപ്പി കൊടുക്കുന്നത്. ഗായത്രിയിൽ നിന്നും അവൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ മോൾ വളരെ നന്നായി അത് അനുകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഞങ്ങളും എൻ്റെ മോളും കൂടെ ഇരുന്നത് കണ്ട് മനസ്സിലാക്കി വീട്ടിൽ വന്ന് അവളും അതേപോലെ തന്നെ അവളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് പ്രോഗ്രസ് ഉണ്ടായി. അത് വളരെ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എൻ്റെ മോൾ അതിൽ വളരെ കഠിനാധ്വാനം ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാം. എനിക്കതിൽ അഭിനന്ദനങ്ങളുണ്ട്. അവളെ അങ്ങേറ്റം, അതായത് ഒരു തെറാപ്പിസ്റ്റിനെ പോലെ തന്നെ അവൾ മോളെയും അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരുന്നു. അതിനുള്ള കാരണം ഇവിടുത്തെ തെറാപ്പിസ്റ്റാണ്. അവരവൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തത് കൊണ്ടാണ് വീട്ടിൽ വന്ന് കുഞ്ഞിനെ അവൾക്ക് അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ അവളുടെ കഴിവോ ഞങ്ങളുടെ കഴിവോ അല്ല. ഇതിനു മുൻപ് കുഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനൊക്കെ കാരണം ഇവിടുത്തെ തെറാപ്പിസ്റ്റിൻ്റെ ഗുണമാണ്. അതുപോലെ തന്നെ മാമാണ് അവളെ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇന്ന് അവൾ ഒരു ഡ്രസ്സ് ഇടും, ബാത്റൂമിൽ തനിച്ചു പോകും, വാഷ് ചെയ്യാൻ അവൾ പൈപ്പ് എടുത്ത് വാഷ് ചെയ്യും. അതിനവർക്ക് കഴിവ് കുറവാണെങ്കിൽ പോലും അതൊക്കെ അവൾ ചെയ്യാൻ പഠിച്ചു.
അതുപോലെ ഭക്ഷണം, വിശക്കുമ്പം ഭക്ഷണം വേണമെന്ന് പറയും. ഭക്ഷണം ഇഷ്ടമുള്ള സാധനങ്ങൾ അവൾ ഞങ്ങളോട് കാണിച്ച് പറഞ്ഞു തരും. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് എനിക്ക് സന്തോഷമാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്താണെന്ന് അവൾ എന്നോട് പറയാനുള്ള പ്രാപ്തിയാക്കിയത് ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ഇടാൻ അവളെ പഠിപ്പിച്ചത് സില്ലാമാമാണ്. അതുപോലാണ് ഷെമി മോൾ അവളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൾ സംസാരിക്കാൻ പ്രാപ്തയാക്കി. ഇന്ന് അവൾ എന്ത് നന്നായി പാട്ട് പാടും, സംസാരിക്കും, എല്ലാവരെയും വിഷ് ചെയ്യാൻ അവൾ പഠിച്ചു, എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പഠിച്ചു. ഇതൊന്നും അറിയാതെ ഞങ്ങൾ എത്രയോ വിഷമിച്ചാണ് ഞങ്ങളിവിടെ വന്ന് കയറുന്നത്. ഇന്ന് അവൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയാക്കിയത് ഈ പ്രയത്നയിലുള്ള എല്ലാ തെറപ്പിസ്റ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയധികം സന്തോഷവും ഉള്ളവരായിത്തീർന്നു. കാരണം എൻ്റെ കുടുംബം ഇന്ന് സന്തുഷ്ടതയിലാണ്. എൻ്റെ കുഞ്ഞിന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു സ്കൂളിലേക്ക് പോകാൻ പ്രാപ്തയാക്കി തന്ന ഈ പ്രയത്നയിലുള്ള എല്ലാ തെറപ്പിസ്റ്റിനോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും, അതായത് സെക്യൂരിറ്റി മുതൽ ഇങ്ങോട്ട് വന്ന് അങ്ങ് ടോപ്പിലിരിക്കുന്നവർ വരെയും ഞങ്ങളോട് പെരുമാറിയ ഓരോ ഇതും ഞങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നതായിരുന്നു. എല്ലാവരോടും അങ്ങേയറ്റം നന്ദിയും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഇവരോട് കടപ്പെട്ടിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഈ സ്ഥാപനത്തിനും ഇവിടെ ഉള്ളവർക്കും ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കും. നമുക്കിവിടെ ഇൻഡിവിജ്വൽ തെറപ്പി കൂടാതെ ELP എന്നൊരു ക്ലാസ് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കുട്ടികളെ ക്ലാസ് റൂം മാതിരി, അതായത് സ്കൂൾ ഓപ്പണിങ്ങിലേക്ക് വിടുന്നതിന് മുൻപായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുക. സ്കൂളിലേക്ക് കുട്ടികൾ ആദ്യമായി പോകുമ്പോൾ അവരെന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പെരുമാറണം, ഏത് രീതിയിലാണ് മറ്റു കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും സ്കൂൾ അന്തരീക്ഷം മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ട്രെയിനിങ്. അതിൽ മുൻഗണന വർഷയ്ക്കായിരുന്നു. വർഷ കുട്ടികളെ നന്നായി അക്കാര്യത്തിൽ ട്രെയിൻ ചെയ്തെടുത്തു. അതിൽ ഞങ്ങളുടെ കുട്ടിക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവൾ പേര് വിളിക്കുമ്പോഴൊക്കെ ക്ലാസ്സിലെ അധ്യാപകർ കുട്ടികളെ പേര് വിളിക്കുമ്പോൾ പ്രസൻറ്റ് പറയുന്നത് പോലെ തന്നെ ഇവരുടെ ക്ലാസ്സിലും അവൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം സഹകരണത്തോടും കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ അങ്ങനെ പഠിക്കുകയും ചെയ്തു. അതിനൊക്കെ കൂടുതലായിട്ട് കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തത് വർഷയായിരുന്നു.